വെൽക്കം ബാക്ക് ടു എജ്യൂബിലിറ്റ്സ് ലേണിംഗ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ CUET UG ബേസ്ഡ് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കറിയാം BHU എന്ന് പറയുന്നത് NIRF റാങ്കിങ്ങിൽ 10th പൊസിഷനിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ CUET UGയിൽ അത്യാവശ്യം മാർക്കുള്ള എല്ലാ സ്റ്റുഡൻസും എന്തായാലും BHUവിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് BHUവിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ വരുന്നത്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂലൈ 25 ജൂലൈ 25 വരെ നമുക്ക് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത് 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC EWS PWBD ഒക്കെ ആയിട്ടുള്ളവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ടാവണം. അതുപോലെ ബാക്കിയുള്ള മാർക്ക് ഷീറ്റും കാര്യങ്ങളും ഉണ്ടാവണം. പിന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അൺറിസർവ്ഡ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്കും OBC LCLനും EWSനും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഇനി SC ST PWD ആണെങ്കിൽ അവർക്ക് 250 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പിന്നെ ഇവർ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷന് ഒരു സ്മൂത്തർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷന് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കുക എന്ന് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലാപ്ടോപ്പിൽ തന്നെ അഡ്മിഷൻ കൊടുക്കാൻ നോക്കുക. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25. ഡോക്യുമെൻറ്റ്സിൻ്റെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സൈസിൻ്റെ ലിമിറ്റ് 1024 KB ആണ്. നമ്മുടെ ഫോട്ടോ ആണെങ്കിലും സൈൻ ആണെങ്കിലും ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും 1024 KBയിൽ കുറവ് സൈസ് ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ച ശേഷം ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. ഇനി നമുക്ക് BHUവിലെ CUET UGക്ക് കീഴിൽ വരുന്ന കോഴ്സുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. എലിജിബിലിറ്റി എന്താണ്, അതുപോലെ CUETയിൽ ഏതൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വരുന്നത് BA എക്കണോമിക്സ്, ഹിസ്റ്ററി അങ്ങനെയുള്ള കോഴ്സുകളാണ്. ഇത്രയും BA കോഴ്സുകളാണ് ഉള്ളത്. അതിന് നമ്മുടെ CUETയിൽ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത് ലാംഗ്വേജ് ടെസ്റ്റിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷിൻ്റെയോ ഹിന്ദിയുടെയോ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് കൂടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. എലിജിബിലിറ്റി വരുന്നത് +2വിൽ മിനിമം 50% മാർക്ക് ഉണ്ടാവണം. അതുപോലെ BA എക്കണോമിക്സ് മേജറോ മൈനറോ ആയി എടുക്കുന്നവരാണെങ്കിൽ അവർ +2വിൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല, കമ്പൾസറി ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് ജൂലൈ 1, 2026 22 വയസ്സ് കഴിയാത്തവരായിരിക്കണം, 22 വയസ്സിന് മുമ്പുള്ളവരായിരിക്കണം. ഇതാണ് BA കോഴ്സുകൾ, ഇത്രയും BA കോഴ്സുകളുടെ എലിജിബിലിറ്റി വരുന്നത്. ഇനി BA LLB ആണെങ്കിൽ BA LLBയുടെ സെയിം സബ്ജക്ട് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് കൂടെ ജനറൽ പേപ്പർ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ബാക്കിയുള്ള +2ലെ ക്രൈറ്റീരിയ ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ വരുന്നത് BCom ഹോണേഴ്സ് ആണ്. BCom ഹോണേഴ്സിനാണെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത് അക്കൗണ്ടൻസി, അതുപോലെ ബിസിനസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. അതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്, +2വിൽ എക്കണോമിക്സ്, മാത്സ് ഈ പറയുന്ന സബ്ജക്റ്റുകൾ, ഇവിടെ കുറച്ച് സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും +2വിൽ പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഈ BSc അഗ്രികൾച്ചർ വളരെ കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ BSc അഗ്രികൾച്ചറിന് അഡ്മിഷൻ നോക്കുന്നവർ, CUET വഴി അഡ്മിഷൻ നോക്കുന്നവർ BHUവിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതിൽ ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒന്നുകിൽ PCM എഴുതിയവർക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ PCB എഴുതിയവർക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി ഈ പേപ്പേഴ്സ് എഴുതിയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സബ്ജക്ട് കോമ്പിനേഷൻ മീറ്റ് ചെയ്യുന്നവർ അഗ്രികൾച്ചറിന് അഡ്മിഷൻ നോക്കുന്നവരാണ് BHUവിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഈ ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ വരുന്ന കോഴ്സുകൾ BSc ബോട്ടണി, സുവോളജി, കെമിസ്ട്രി അങ്ങനെയുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. അതിൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത് PCB ആണ്. ജസ്റ്റ് ഈ 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കൂടെ ബയോളജി, എർത്ത് സയൻസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സുകൾ +2വിൽ പഠിച്ചിട്ടുണ്ടാവണം എന്നും പറയുന്നുണ്ട്. പിന്നെ വരുന്നത് BSc മാത്സ് ആണ്. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് അങ്ങനെയുള്ള കോഴ്സുകളാണ്. അതിനാണെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ PCM ആണ്. അതുപോലെ ബാച്ചിലർ ഓഫ് ടെക്നോളജി, ഡയറി ടെക്നോളജി ആണെങ്കിലും അതിനും എന്താണ് വരുന്നത്, PCM ആണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. അതുപോലെ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഫുഡ് ടെക്നോളജി ആണെങ്കിൽ അതിനും PCM ആണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. ജസ്റ്റ് ഈ +2 ക്രൈറ്റീരിയ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കണം. പിന്നെ വരുന്നത് BVOC ആണ്. BVOC ഇൻ ഫാഷൻ ടെക്നോളജി ആൻഡ് അപ്പാരൽ ഡിസൈനിങ്. അങ്ങനെ BVOC കോഴ്സുകൾ കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BHUവിൽ. അതിൻ്റെ എല്ലാം സബ്ജക്ട് കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം
ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ ബിയോക്ക് ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. PCM എഴുതിയവർക്കും PCB എഴുതിയവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ടൂറിസം ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട് ബിയോക്ക്. അതിലാണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും മാത്രം എഴുതിയവർക്കും അതിൻ്റെ മാത്രം മാർക്ക് നോക്കിയിട്ടാണ് ബിയോക്ക് ടൂറിസം മാനേജ്മെൻറ്റിനൊക്കെ അഡ്മിഷൻ തരുന്നത്. അപ്പോൾ ഈ +2 ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം. പിന്നെ വരുന്ന കോഴ്സുകൾ ബിവോക്ക് ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ഇങ്ങനെ ഒരുപാട് ബിവോക്ക് കോഴ്സുകൾ, 2 ബിവോക്ക് കോഴ്സുകളും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എലിജിബിലിറ്റി വരുന്നത് ഈ ആദ്യത്തെ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ ബയോളജിയുടെ പേപ്പർ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ബിവോക്ക് ഇൻ ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആണ്. ഈ കോഴ്സുകൾ പെയിൻറ്റിങ്, ആർട്സ് അങ്ങനെ റിലേറ്റ് ചെയ്തുള്ള കോഴ്സുകളാണെങ്കിൽ അതിൽ നമ്മൾ CUET ഫൈൻ ആർട്സിൻ്റെ പേപ്പർ, ഫൈൻ ആർട്സ് ഓർ വിഷ്വൽ ആർട്സ് എന്ന് പറയുന്ന പേപ്പർ എഴുതിയിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട് ക്രൈറ്റീരിയ ആയിട്ട്. അതുപോലെ +2 ഒക്കെ മിനിമം എലിജിബിലിറ്റി മതി, 50% മാർക്ക് ഉണ്ടായാൽ മതി. പിന്നെ വരുന്നത് ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ഇൻ ആർട്സ്. ഇതും ഒരു ആർട്സ് റിലേറ്റഡ് കോഴ്സാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ അങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഡാൻസ് ഒക്കെ വരുന്നൊരു കോഴ്സാണ്. ഇതിനാണെങ്കിൽ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ശാസ്ത്രീയ ഹോണേഴ്സ്, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ടെക്നോളജി, അതുപോലെ BSc ഇൻ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ഈ 3 സ്പെഷ്യൽ കോഴ്സുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത് ആദ്യത്തെ ശാസ്ത്രിക്കാണെങ്കിൽ സംസ്കൃതം എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ ഈ മെഡിക്കൽ ടെക്നോളജി, റേഡിയോ തെറാപ്പി സ്പെഷ്യലൈസേഷനുള്ള മെഡിക്കൽ ടെക്നോളജിയുടെ കോഴ്സ് ആണെങ്കിൽ അതിന് പറയുന്നത് ഒന്നുകിൽ PCM ഉണ്ടാവണം, അതല്ലെങ്കിൽ PCB ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ +2 PCM ഓർ PCB പഠിച്ചിട്ടുള്ളവരായിരിക്കും. പിന്നെ വരുന്ന ഈ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നതിന് എലിജിബിലിറ്റി വരുന്നത് PCB ആണ്. അതുപോലെ എന്തുണ്ടാവണം, നമ്മൾ +2 PCB പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഇത്രയും കോഴ്സുകളാണ്, ഇങ്ങനെ 19 കോഴ്സുകളാണ് CUET UG മാർക്കിൻ്റെ ബേസിൽ BHUവിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ BHU ഞാൻ ഓൾറെഡി പറഞ്ഞു, വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആരും BHU അഡ്മിഷൻ കൊടുക്കാണ്ടിരിക്കരുത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും കൊടുക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് BHU വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ പറയാനുള്ളത്, എജുബ്ലിറ്റ്സ് ലേണിങ്ങിൽ CUET NCET 2027 ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും അടുത്ത വർഷം NCET CUET കോച്ചിങ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എജുബ്ലിറ്റ്സ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്.